ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയിരുന്നു. ഒരു പർട്ടിക്കുലർ സാധനം കണ്ടെത്താൻ വേണ്ടി അത് അന്വേഷിച്ചുകൊണ്ട് പോയതാണ്. അതായത് പുതിയ വീടുകളായിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, ഈ കാലത്ത് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ചുമരിലേക്ക് ഈർപ്പം കയറി വരുന്നത്. അത് പല സൊല്യൂഷൻസ് ആളുകൾ പറയുന്നുണ്ട്. അത് ടൈലിൻ്റെ ഇടയ്ക്ക് ഇത് ഇട്ടാൽ മതി, കുറേയൊക്കെ. പക്ഷേ എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സൊല്യൂഷൻസും ട്രൈ ചെയ്തിട്ടും ആളുകൾക്ക് മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും വീണ്ടും ആ ഡാംനെസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തായിരിക്കും എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് പോയത്. അപ്പോൾ അവിടെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ മെംബ്രെയിൻ അത് ഇടുമ്പോൾ ഈവൻ ഡാംനെസ് വരില്ല എന്ന് മാത്രമല്ല, ടെർമൈറ്റ്സ് ഇപ്പോൾ ചെതൽ വരാത്തതിനും വേരുകൾ വരാതിരിക്കാനും. ഇപ്പോൾ വീടുകൾക്കൊക്കെ ചില സ്ഥലത്തൊക്കെ പുറകുവശത്തൊക്കെ വീടിൻ്റെ വേര് അല്ലെങ്കിൽ ചെറിയ ചെടികൾ അത് വരിക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകും. അതൊന്നും വരാതിരിക്കാനുള്ളൊരു ഒരു സൊല്യൂഷൻ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൻ്റെ ടെക്നോളജിയും, അതായത് ഈ ഈർപ്പം വരുന്നത് ഒരു കാപ്പിലറി മെക്കാനിസം വെച്ചാൽ അത് തടയുന്ന എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു റീസണിങ് വളരെ ജെന്യുവനായിട്ട് തോന്നുന്നുണ്ട്. അത് ചെയ്തിട്ട് ഫലപ്രദമാണെന്നാണ്. കാരണം ഈ കമ്പനി പോസിറ്റീവ് വാട്ടർ പ്രൂഫിങ് ഇവിടെ ബാംഗ്ലൂർ കുറേ നാളുകളായിട്ടുള്ളതാണ്. പാലക്കാട് ഇതൊരു കുറച്ച് നാൾ, എനിക്ക് തോന്നുന്നു കേരളത്തിന് ഒരു 4 വർഷം കണ്ടായിട്ടാണ് ഇവരുടെ ഓപ്പറേഷൻ. ഇപ്പോൾ ഇവർ തന്നെ അതിൻ്റെ സർവീസിങ്ങും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ വെറും സെയിൽസ് മാത്രമല്ല ഈ പ്രോഡക്റ്റ്സൊക്കെ സെയിൻറ്റ് ഗോബൈൻ പോലെയുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള അവരുടെ പ്രോഡക്റ്റ്സാണ്. അതിൻ്റെ റിസൾട്ട് അത്രയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരത് അക്വയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ചില പ്രോഡക്റ്റ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട്. ഈ മെംബ്രെയിൻ അതിൻ്റെ ഒരു ഫംഗ്ഷൻ അവരുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് പുതിയ വീട് പണിയുന്ന ആളുകൾക്കും അതിൻ്റെ കോൺട്രാക്ടേഴ്സിനൊക്കെ എനിക്ക് ചെറിയൊരു എക്സ്പെൻസ്, പക്ഷേ അത് പിന്നീടേക്ക് ഒരു റീവർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെൻസ് നെഗ്ലിജിബിളാണ്. അത് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ അതിൻ്റെ വീഡിയോസും ഞാൻ അവിടെ പോയതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവരായിട്ട് ചെറിയ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഷെയർ ദോസ് തിങ്സ് വിത്ത് യു. അതാർക്കെങ്കിലും ഉപകരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ. പോസിറ്റീവ് വാട്ടർ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി 15 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് മാത്രം ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കൈൻഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്സും ഉണ്ട്. ബേസിക്കലി ഒരു വീടിനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസ്മെൻറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് അപ്പർ ടോയ്ലറ്റ്സ്, ടെറസ്, സൺഷെയ്ഡ്, പിന്നെ ടാങ്ക്, അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങും ഉണ്ട്. ബേസ്മെൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലോർ പ്രൂഫ് 900 എന്നുള്ള പ്രൊഡക്റ്റാണ്. ഡാംനെസ് റൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വീടുകളിലേക്ക് വേരുകൾ വരുന്ന ഇഷ്യൂ ഉണ്ടാവില്ല. അതുപോലെ ടെർമൈറ്റ്സ്, ചെതൽ, അതിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല. അതുപോലെ 100% വാട്ടർ പ്രൂഫിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാട്ടർ പ്രൂഫിങ്ങിന് അപ്ലിക്കേഷൻ ഒരു വിങ് തന്നെ ഉണ്ട്. അത് ഹെഡ് ചെയ്യുന്നത് നമ്മളെ മിസ്റ്റർ സുജേഷ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്. ഈ ഡാംനെസ് തടയണമെന്ന് പറഞ്ഞില്ലേ, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് എങ്ങനെയൊക്കെയാ വരുന്നത്? ഇപ്പോൾ ഇത് നമുക്ക് സ്ക്വയർ ഫീറ്റിനാണ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു 70 to 75 റുപ്പീസ് വെച്ചിട്ടാണ്. അത് അപ്ലിക്കേഷൻ പ്ലസ് മെറ്റീരിയൽ സപ്ലൈ എല്ലാം കൂടി ഇൻക്ലൂഡ്. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാനൊരു സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. പക്ഷേ സുജേഷ് സാർ എന്നുള്ള ആളാണ് നമ്മുടെ കേരളത്തിൽ കംപ്ലീറ്റ്ലി എക്സിക്യൂഷൻ ഹെഡാണ്. ബേസിക്കലി ഈ പ്രോഡക്റ്റിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകൾക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. അപ്പൊ വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ എനിക്കതൊരു പുതിയ അറിവാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ബേസിക്കലി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, നമ്മളൊരു വീട് പുതുതായിട്ട് കെട്ടുമ്പോൾ ഒരു ബെൽറ്റ് കിട്ടുമല്ലോ, തറയെന്ന് പറയാം, ഒരു ബെൽറ്റ് കിട്ടുമല്ലോ. ഈ ബെൽറ്റ് കിട്ടിയതിന് ശേഷം അത് മണ്ണ് നിറച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഷീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്യൂർലി വാട്ടർ പ്രൂഫിംഗ് ആണ്. വാട്ടർ പ്രൂഫിംഗ് ആയതിനു ശേഷം ഇത് ഒരു പേസ്റ്റ് കൺട്രോളിങ്ങിൻ്റെ ചെയ്യുന്ന ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് ഇടവേണ്ടത് ആൻറ്റിഡോട്ട് പ്രോപ്പർട്ടി ഉണ്ട്. വെച്ചാൽ താരന്ന് വേരുകൾ സ്ട്രെച്ചിങ്ങിലോട്ട് വരുന്നില്ല. പിന്നെ ഈ റെഡൻറ്റ് ഉണ്ട്, ഇതിൽ ചുമന്ന ഉറുമ്പുകൾ വരുന്നവരുണ്ട്, അത് വരുന്നില്ല. പിന്നെ ഈ എലികൾ വരുന്ന പ്രശ്നമുണ്ട്. ഇതെല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടവേണ്ടതെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രസൻറ്റ് മാർക്കറ്റിൽ, ഈ ഒരു മാർക്കറ്റിൽ നമുക്കിതിന് അപേക്ഷിച്ച് വേറെ ഒരു പ്രോഡക്റ്റ് ഇന്നില്ല. മാത്രമല്ല ഈ കാപ്പിലറി ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പുതിയ വീടാണെങ്കിൽ പോലും ഒരു 4-5 വർഷം കഴിയുമ്പോൾ തന്നെ പിത്തിൻ സൈഡിൽ നിന്ന് പെയിൻറ്റ് ഇളകി പോകാറുണ്ട്. ഇത് വൺസ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമില്ല.
നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. 1 or 2 അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ 3 വർഷത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ വീണ്ടും ആ പ്രശ്നം വരും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ കാപ്പിലറി അത് ബ്ലോക്ക് ആക്കും. അതാണ് അതാണ് തറ കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബെൽറ്റ് കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മേളിലാണ് നമ്മൾ ഈ ഷീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇതിന് മേളിലായിരിക്കും പിന്നെ അങ്ങോട്ട് ആ വാൾ റൈസ് ആവുന്നത്. അപ്പൊ ആ മേളിലുള്ള സ്ട്രക്ചറും താഴെയുള്ള സ്ട്രക്ചറിനും ഇടയ്ക്കാണ് ഈ ഷീറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ താഴെ എന്ന് പറയുന്ന കാപ്പിലറി ആക്ഷൻ ഭാഗമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നമായിരിക്കും അത് മേലോട്ട് വിടുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ സയൻറ്റിസ്റ്റുകാർ പറഞ്ഞു വെച്ചാൽ ഒരു നോർമൽ പ്ലാസ്റ്റിക് പോലും ഭൂമിയിൽ കിടന്നാൽ ഒരു 300-400 വർഷത്തേക്ക് അതിലൊരു കുഴപ്പമുണ്ടാകത്തില്ല. കാരണം പ്ലാസ്റ്റിക് അത് അങ്ങനെയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പം HDP ആണ്, അത് എത്രയോ അഡ്വാൻസ് ആയിട്ടുള്ള സാധനമാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഒരു കേടുപാട് വരാതെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത് എവിടെ പ്രോഡക്റ്റ് നിങ്ങളുടെ മാനുഫാക്ചറിങ് ആണോ എങ്ങനെയത്? അല്ലെങ്കിൽ സെൻഗോബന്റെ ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, അപ്പൊ അതിനൊരു ട്രസ്റ്റ് ഉണ്ട്. ഒരു ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു ഇത് മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് അത്യാവശ്യം വേറെ ഒരു പ്രോഡക്റ്റ് ആർക്കും ഇല്ല. ഓ ശരി. ബാക്കി എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? നമ്മൾ ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാറുണ്ട്, ടെറസ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാറുണ്ട്, സ്വിമ്മിംഗ് പൂളില് ബേസ്മെന്റ് മുതൽ സൂപ്പർ സ്ട്രക്ചറിന്റെ ടോപ്പ് ടെറസ് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടി നമുക്കുണ്ട്. അതൊരു ഇൻക്ലൂഡിംഗ് റിപ്പയർ വർക്ക് ആണെങ്കിൽ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പം എന്തൊരു നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഒരു സർഫേസ് പ്രൊഫഷണൽ വരുന്നുണ്ട്. അപ്പം നമുക്കിപ്പം പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നം പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിന് സർഫേസിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണോ, ഇനി അത് വേറെ എന്തെങ്കിലും പ്ലംബിംഗ് ഇഷ്യൂ ആണോ. അപ്പോൾ നമ്മളൊരു വാട്ടർ പ്രൂഫിംഗ് എക്സ്പെർട്ട് ആയതുകൊണ്ട് നമുക്കറിയാം, ആ സൈറ്റിൽ നിന്ന് നോക്കി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും നമ്മൾ ആ ക്ലയൻറ്റിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കൊരു കേസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സൈറ്റിൽ പോയിട്ട് ആ സൈറ്റ് കണ്ട് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ സൊല്യൂഷൻ പറയുന്നത്. നമുക്കല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഇന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സൈറ്റിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് ആ എന്താണോ പ്രശ്നങ്ങൾ കാണുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ അതിന് സൊല്യൂഷൻ പറയുന്നത്. ഇപ്പൊ എന്റെ വീട് ചാലക്കുടിയാണ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ സർവീസ് ഉണ്ടാവും? നമുക്ക് ഓൾ കേരള സർവീസ് ഉണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഈയിടെ നമ്മൾ ഫോസ്റോക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് ഫോസ്റോക്ക് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ അതിന് കൂടെ നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് അവരുടെ മറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സെൻഗോബന്റെ മറ്റിൽ പ്ലസ് ഫോസ്റോക്കോടെ മറ്റിലുള്ളത് കൊണ്ട് ഓൾ കേരള നമുക്ക് എവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുറെ ആയിട്ടുണ്ടോ ഈ ഫോം? സർ നമ്മളിപ്പം കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായിട്ടേ ഉള്ളൂ. നമ്മൾ ബാംഗ്ലൂരിൽ കർണാടകയിലൊക്കെ ഓൾറെഡി ഇത് 10-15 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നു. വെൽ പ്രൂവൺ ആണ്. താങ്ക് യു സർ. പോസിറ്റീവ് വാട്ടർ പ്രൂഫിങ്ങിന്റെ MD ഇവിടെയുണ്ട്. പുള്ളിയുടെ അടുത്ത് നിന്ന് പോയി നോക്കാം. ഇത് നമ്മുടെ പുതിയ പാലക്കാട് ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. ആക്ച്വലി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. മറ്റുള്ള വാട്ടർ പ്രൂഫിംഗ് കമ്പനികൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ താങ്കൾ വീട് പണിയുന്നു, ആരെങ്കിലും ഒരു വീട് പണിയുന്നു അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു, പലർക്കും വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞത് ഒരു വളരെ ബേസിക് നോളജ് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു കൺസൾട്ടേഷൻ, ഒരു വളരെ അതിൻ്റെ ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ഡയറക്റ്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് നമ്മൾ. ഇത് നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് കൂടിയാണ്, താങ്കൾ കണ്ടു കാണും. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ എക്സ്പീരിയൻസ് സെൻറ്റർ നമ്മൾ വെച്ചിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഏതൊരാൾക്കും ഇവിടെ വന്ന് നമുക്കിവിടെ വീഡിയോ കോൺഫറൻസിങ് വഴി നമ്മുടെ ഇൻഡസ്ട്രി എക്സ്പെർട്സിനോട് സംസാരിക്കാനും അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതനുസരിച്ചിട്ട് സെയിൽസും സർവീസും രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്കിവിടെ മെറ്റീരിയൽസും ഉണ്ട്, ഫോസ്റോക്ക് അല്ലെങ്കിൽ ക്രിസോ ഇങ്ങനെയുള്ള വാട്ടർ പ്രൂഫിംഗ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അതുകൂടാതെ നമുക്ക് ആർബ്രെയിൻ പൈപ്പ്, പെർഫറേറ്റഡ് പൈപ്പ് ഫോർ സബ്സോയിൽ ഡ്രെയിനേജ് പൈപ്പ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള DPC മെംബ്രെയിൻ, അങ്ങനെയുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനോട് ഡീൽ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് പോസിറ്റീവ് വാട്ടർ. നമ്മൾ പോസിറ്റീവ് വാട്ടർ പ്രൂഫിംഗ് ഒരു 15 വർഷത്തിന് മേലെ പ്രവൃത്തി പരിചയമുള്ള ഒരു സ്ഥാപനമാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. നമുക്ക് ബാംഗ്ലൂർ കൂടാതെ ചെന്നൈയിലും പിന്നെ കേരളത്തിലും പ്രസൻസ് ഉണ്ട്. കേരളത്തിൽ നമുക്ക് അങ്ങോളം ഇങ്ങോട്ടും വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രേഡിംഗ് കൂടാതെ നമ്മൾ സർവീസസും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ഔട്ട്ലെറ്റ് ഉള്ളത് നമുക്കിപ്പോൾ പാലക്കാട് മാത്രമാണ്. ഇത് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൂടെയാണ് ഇപ്പോൾ ഉള്ളത് ആക്ച്വലി. അപ്പോൾ നമ്മൾ മറ്റെല്ലാവരും ചെയ്യുന്ന എല്ലാവിധ വാട്ടർ പ്രൂഫിംഗ് സർവീസസും, അതൊരു വില്ലയ്ക്ക് ആയിക്കോട്ടെ, ഒരു വീടിനോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനോ, ഒരു ഹൈറൈസ് ബിൽഡിങ്ങിനോ വേണ്ട എല്ലാവിധ സർവീസസും നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി.
എന്താണ് പോസിറ്റീവ് വാട്ടർ പ്രൂഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ 15 വർഷത്തെ പരിചയ സമ്പത്ത്, നമ്മുടെ ആ ഒരു എക്സ്പെർട്ടൈസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഡീല് ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ പരിചയസമ്പത്തില്ലാത്ത പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഫ്ലോർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള സെൻഗോബിയൻ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം നമ്മൾ ചെയ്യുന്നത്, അതായത് കേരളത്തിൽ എല്ലാ വീടുകൾ പണിയുന്ന ആൾക്കാരും വീട് പണിത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് റൈസിങ് ഡാമേജ്. അതായത് നനവ് ഈ മതിലും കൂടെ കയറുന്നൊരു പ്രക്രിയയാണ്. ആക്ച്വലി കേരളത്തിൽ മൺസൂൺ സീസൺ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് ഇത് കേരളത്തിൽ ഏറ്റവും അധികം സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു പെയിന്റ് പീൽ ഓഫ് ആയിരിക്കാം നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ആക്ച്വലി. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്തിട്ടുള്ള പെയിന്റ് പീലിംഗ് ഓഫിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു വുഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വുഡ് വർക്ക് കേടായി പോകും. അതുകൂടാതെ തന്നെ ചെതല് വരിക, എലി വരുന്നു, ഉറുമ്പ് വരുന്നു, അങ്ങനെയുള്ള വേരുകൾ ടൈൽസ് വഴി വരുന്നു. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് ഫ്ലോർ പ്രൂഫ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി. അത് ഇന്ന് കേരളത്തിൽ അങ്ങോട്ടും നമ്മുടെ സെയിൽസും സർവീസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ആക്ച്വലി. ആ ഒരു പ്രോഡക്റ്റ് വെച്ച് നമ്മൾ ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല ആക്ച്വലി. അല്ലെങ്കിൽ അത് ഇപ്പോൾ കൊച്ചു ബ്രഷ് അപ്ലിക്കേഷൻ പ്രോഡക്ട്സ് ഇന്ന് മാർക്കറ്റിലുണ്ടെങ്കിലും ഇതിനെല്ലാം ലിമിറ്റഡ് ലൈഫും ഒക്കെയുള്ള പ്രോഡക്ട്സ് ആണ്. പക്ഷേ ഇതിന് ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്രൊട്ടക്ഷനും ബിൽഡിങ്ങിൻ്റെ ലൈഫും കൂട്ടുന്ന പ്രോഡക്ട്സ് ആണ് ആക്ച്വലി. അങ്ങനെയുള്ള കുറച്ച് യുണീക്ക് പ്രോഡക്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ് നമ്മുടേത് ആക്ച്വലി. നിജ ഒരു ടാക്സ് കൺസൾട്ടൻസി ഫേം നടത്തുന്നുണ്ട്. യു ഹാവ് ബീൻ ഡൂയിങ് ദിസ് സർവീസ് ഫോർ ദ ലാസ്റ്റ് 20+ years. അപ്പോൾ ഇങ്ങനൊരു ഇന്നോവേറ്റീവ് ഒരു വെഞ്ചറിലേക്ക് വരാനുണ്ടായിരുന്ന സാഹചര്യം എന്താണ്? ഞാനൊരു ഓണ്ടർപ്രണർ ആണെന്ന് തന്നെ പറയാം ആക്ച്വലി. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ടും കുറച്ച് എന്താ പറയുക ഇൻഡസ്ട്രി കോണ്ടാക്ട്സ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ആക്ച്വലി. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനുള്ളൊരു ഇത്രയും സ്കോപ്പുള്ള, അതായത് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പക്ഷേ 10 വർഷം മുമ്പ് 20 വർഷം മുമ്പ് നമ്മളാരും ഒരു വീട് വയ്ക്കുന്ന ഒരാൾ ചിന്തിക്കുകയും കൂടെ ചെയ്യാത്ത പല പ്രോഡക്ട്സാണ് ഇന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. പിന്നീട് നമ്മളിപ്പോൾ വീട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പ്രത്യേകിച്ച് കേരളത്തിൽ എത്രയോ കാശ് ചിലവാക്കിയിട്ടാണ് ഓരോരുത്തരും വില്ലകളും വീടുകളൊക്കെ പണിയുന്നത്. അപ്പോൾ അത് പണിയും, പക്ഷെ അതിനുശേഷം വരുന്ന ഒരു ചിലവുകളും കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാവരും ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ്. പിന്നെ അത്രയും ഒരു സ്കോപ്പുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് കൂടെ പിന്നെ ഇതാണ് ഒരു ടാക്സ് കൺസൾട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു ആസ് എ വാട്ടർ പ്രൂഫിംഗ് എക്സ്പെർട്ട് എന്നുള്ളൊരു ഇതാണ് ഞാൻ ചെയ്യുന്ന ബിസിനസ്സാണ് എനിക്കുള്ളത് ആക്ച്വലി. ഓക്കെ, നമുക്ക് ഇന്ന് കേരളം മുഴുവൻ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് സ്റ്റാഫ് അവൈലബിൾ ആണ്. നമ്മുടെ ഓൺ ലേബറേഴ്സ് ഉണ്ട് ആക്ച്വലി. ബാംഗ്ലൂരിലും ചെന്നൈയിലും എല്ലായിടത്തും നമുക്ക് ഓഫീസുകളുണ്ട്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. Okay, all the best. Thank you so much, Ashish, for that.